ഇന്ന് ലോക കേൾവി ദിനം. കേൾവിയെയും കേൾവിക്കുറവിനെ പറ്റിയുമുള്ള അറിവുകൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. കേൾവിയെ പറ്റിയും ശ്രവണ പരിചരണത്തെ പറ്റിയും കൂടുതൽ സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ഒരു അതിഥി എത്തിയിട്ടുണ്ട്. നമുക്ക് മാമിനെ പരിചയപ്പെടാം. ഹായ് മാം. അപ്പം ഭൂരിഭാഗം ആൾക്കും ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് മാം, ഈ കേൾവി പരിശോധന എപ്പോഴാണ് നടത്തേണ്ടത്? ഓക്കെ, മുതിർന്നവരിലാണെങ്കിൽ ഒരു 50 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു പീരിയോഡിക് ആയിട്ടുള്ള ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതല്ലാതെ ഈ കേൾവിക്കുറവ് അനുഭവിക്കുന്നവർ പ്രകടിപ്പിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള കുറച്ച് ലക്ഷണങ്ങളുണ്ട്. അതായത് ചിലർക്ക് ശബ്ദങ്ങളെല്ലാം കേൾക്കാം, പക്ഷെ അതെന്താണെന്ന് മനസ്സിലാവില്ല. മറ്റു ചിലർക്ക് ടി വിയുടെ വോളിയം ഒരു ലെവലിൽ അധികം വെച്ചാൽ മാത്രമേ അവർക്ക് കേൾക്കുകയുള്ളൂ അല്ലെങ്കിൽ മനസ്സിലാവുകയുള്ളൂ. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും. വേറെ ചിലർക്ക് പുറത്തിറങ്ങിയാൽ ശബ്ദമുഖരിതമായ ഒരു അന്തരീക്ഷത്തിൽ പോവുകയാണെങ്കിൽ അവർക്ക് ആരെങ്കിലും സംസാരിച്ചുള്ളത് എന്താണെന്ന് മനസ്സിലാവുകയോ കേൾക്കാനും പറ്റാത്തൊരവസ്ഥ. മറ്റു ചിലർക്ക് കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, സ്ത്രീകൾ സംസാരിച്ചാൽ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള സിംറ്റം ആണ്. സോ ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഓഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഹിയറിംഗ് ടെസ്റ്റ് നടത്തേണ്ടതാണ്. മാം, അമ്മമാർക്ക് വരുന്നൊരു സംശയമാണ്, ഈ കുട്ടികളിൽ ഏത് ഏജിലാണ് ഈ കേൾവിക്കുറവ് വരുന്നത്? കേൾവിക്കുറവ് വരുന്നതല്ല, കുട്ടികളുടെ കേൾവി പരിശോധന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ന്യൂ ബോൺ ഹിയറിംഗ് സ്ക്രീനിങ് എന്നാണ് അറിയപ്പെടുന്നത്. അത് യൂണിവേഴ്സലായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളെ കേരളത്തിലൊക്കെ അത് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യുന്നതാണ്. അതായത് കുട്ടി ജനിച്ചു കഴിഞ്ഞ് വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ തന്നെ ഈ ഒരു കേൾവി പരിശോധന നടത്തുന്നതാണ്. ഇതെന്തുകൊണ്ട് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, കുട്ടികൾ ജനിച്ചു കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളിൽ അവർ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്സ് ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നതാണ്. സോ ആ സമയത്ത് കുട്ടി കേട്ടാൽ മാത്രമേ ഈ ഡെവലപ്മെൻറ്റ്സ് എല്ലാം തന്നെ നടക്കുന്നുള്ളൂ. സോ വൺസ് നമ്മൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവർ കേൾവിക്കുറവുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ കുട്ടിയുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്സ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അതുമാത്രമല്ല, എത്ര പെട്ടെന്ന് നമ്മൾ ഈ കേൾവിക്കുറവ് കണ്ടെത്തുന്നു അതിനനുസരിച്ചിട്ട് നമുക്ക് പ്രതിവിധികൾ, പരിഹാര മാർഗങ്ങൾ തേടാവുന്നതാണ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു കുട്ടിക്ക് കേൾവിക്കുറവുണ്ടെന്ന് നമ്മൾ 2 മുതൽ 3 മാസത്തിനുള്ളിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിൽ ആ കുട്ടിക്ക് കേൾവി സഹായി വെച്ചിട്ട് അത് ബെനിഫിറ്റ് ആവുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാം. ഇൻ കേസ് ഇത് ബെനിഫിറ്റ് ആവുന്നില്ല എങ്കിൽ നെക്സ്റ്റ് ഓപ്ഷനാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി. സോ ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിയിൽ കൂടെ തന്നെ അതിൻ്റെ കൂടെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓഡിറ്ററി വെർബൽ തെറാപ്പി കുട്ടികൾക്ക് കിട്ടുകയാണെങ്കിൽ ഈ കുട്ടികളെ നമുക്ക് സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് നയിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ മാം, അപ്പോൾ ഈ കേൾവി സഹായി ഉപയോഗിക്കുന്ന കുറേ ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ട്, അത് വിസിബിളായി കാണാൻ പറ്റുന്നുള്ളത്. അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? അതെ, ഇത് കേൾവി സഹായിൻ്റെ ആക്സെപ്റ്റൻസ് വളരെ ലിമിറ്റഡ് ആണ്. ആക്ച്വലി കേൾവിക്കുറവിനെ കുറിച്ച് ഇപ്പോൾ പണ്ട് അവയർനെസ് കുറവായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം കേൾവിക്കുറവിനെ കുറിച്ചുള്ള അവയർനെസ് ആൾക്കാർക്കുണ്ട്, എന്താണ് കേൾവിക്കുറവെന്ന് എല്ലാം അറിയാം. പക്ഷെ കേൾവിക്കുറവ് കണ്ടാൽ അത് ഒരാളുടെ അടുത്ത് ചോദിക്കാൻ, നിങ്ങൾ കേൾവിക്കുറവുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ലാന്നേ പറയുള്ളൂ. പക്ഷെ ഒരാൾ ഒരു കണ്ണ് കാണുന്നില്ലെങ്കിൽ അവർ പെട്ടെന്ന് പോയിട്ട് കണ്ണട വയ്ക്കും. പക്ഷെ കേൾവിക്കുറവുള്ള ഒരാൾ ഏറ്റവും അവസാന ഒരു ഘട്ടത്തിൽ മാത്രമാണ് ഒരു ഓഡിയോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നത്. അതൊരു മെന്റൽ ബ്ലോക്കാണ് ആക്ച്വലി. ഒരു കേൾവിക്കുറവുണ്ടെന്ന് വേറെ ആൾക്കാർ അറിയാമെന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ അത് ഏറ്റവും കൂടുതലായിട്ട് കൊടുക്കേണ്ടത് ഒരു ഹിയറിംഗ് ഹെൽത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് അവിടെ കൊടുക്കേണ്ടത്. ഈ പ്രായമാവുന്നവർക്കാണ് കൂടുതലായിട്ട് കേൾവിക്കുറവ് കാണുന്നത്. ഈ പ്രായമാവുമ്പോൾ തന്നെ നമുക്ക് കുറേ അതിനോടനുബന്ധിച്ചുള്ള നമ്മളെ ശാരീരികമായിട്ടും ഒക്കെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ നമ്മൾ വേറെ ആളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് കേൾവിക്കുറവും കൂടി ഉണ്ടെങ്കിൽ, വേറെ ആൾ പറയുന്നത് മനസ്സിലാവുന്നില്ല എങ്കിൽ അത് കൂടുതലായിട്ട് നമുക്ക് മാനസികമായ സമ്മർദ്ദത്തിലേക്ക് നമ്മൾ നയിക്കും. സോ അത് ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് കേൾവി സഹായി എന്ന് പറയുന്നത്. സോ അതിൻ്റെ ആക്സെപ്റ്റൻസ് കൂടുതലാവണം. അതായത് നമ്മളൊരു കേൾവി സഹായി വെച്ച ഒരാളെ തുറിച്ചു നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കണ്ണട വെച്ച ഒരാളെ നമ്മൾ തുറിച്ചു നോക്കുന്നില്ലല്ലോ. അതേപോലെ തന്നെയാണ്, കണ്ണ് കാണുന്നില്ലെങ്കിൽ കണ്ണട വയ്ക്കുന്നുണ്ട്, കേൾക്കുന്നില്ലെങ്കിൽ കേൾവിൻ്റെ സഹായി വയ്ക്കണം. പിന്നെ അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സ് അവൈലബിൾ ആണ്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാണാത്ത ഹിയറിംഗ് എയ്ഡ്സ് അവൈലബിൾ ആണ്. ചെവിയുടെ ബാക്കിൽ വയ്ക്കുന്ന ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്, അതും വളരെ ചെറിയ രീതിയിലുള്ള ഹിയറിംഗ് എയ്ഡ്സ് അവൈലബിൾ ആണ്. സോ ഇപ്പോൾ ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വന്നതുകൊണ്ട് തന്നെ അവർക്ക് അതിന് തിരഞ്ഞെടുക്കാവുന്നതാണ്. പക്ഷേ എല്ലാവർക്കും എല്ലാ ഹിയറിംഗ് എയ്ഡ്സും സൂട്ടബിൾ ആവില്ല. ഈ ചെറിയ ഹിയറിംഗ് എയ്ഡ്സ് എല്ലാവർക്കും സൂട്ടബിൾ ആവണമെന്നില്ല. അത് എപ്പോഴും ഒരു ടെസ്റ്റ് ചെയ്തിട്ട് ഒരു ക്വാളിഫൈഡ് ഓഡിയോളജിസ്റ്റിന്റെ അണ്ടറിൽ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ മാം, ഈ കേൾവി സഹായി വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്? കേൾവി സഹായി വാങ്ങുന്നതിന് മുന്നേ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് നിങ്ങൾ എവിടെ നിന്നാണ് ഈ കേൾവി ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. കേൾവി എപ്പോഴും ഒരു സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള റൂമിൽ വേണം ടെസ്റ്റ് ചെയ്യാൻ. ടെസ്റ്റ് ചെയ്യുന്ന ആൾ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഓഡിയോളജിസ്റ്റ് ആണെന്ന് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം.
പിന്നെ കേൾവി സഹായി വാങ്ങുമ്പം വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓഡിയോളജിസ്റ്റ് നിങ്ങൾക്ക് കൗൺസിലിംഗ്, നിങ്ങൾക്ക് ഹിയറിംഗ് എയ്ഡ് ട്രയൽ എന്നൊരു ടെസ്റ്റ് ഉണ്ട്, അത് തരും. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള കേൾവി സഹായി ആയിരിക്കും അവർ തരുന്നത്. സോ നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അത് തിരഞ്ഞെടുക്കണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ വീട്ടിലിരിക്കുന്ന കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളെ ആവശ്യമായിരിക്കില്ല ഓഫീസിൽ പോകുന്ന അല്ലെങ്കിൽ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ ആവശ്യം. സോ അതെന്താണെന്ന് നിങ്ങൾക്ക് ഓഡിയോളജിസ്റ്റ്, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓഡിയോളജിസ്റ്റ് എന്താണെന്ന് തന്നെ നിങ്ങൾക്ക് അത് പറഞ്ഞു തരും. സോ അതിനനുസരിച്ചിട്ടുള്ളൊരു ഹിയറിംഗ് എയ്ഡ്സ് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. പിന്നെ കൂടുതലായിട്ട് ഈ ഓൺലൈനായിട്ടുള്ള ഹിയറിംഗ് ഓൺലൈനായിട്ടൊന്നും വാങ്ങാതിരിക്കുക. എപ്പോഴും നിങ്ങൾ കേൾവി ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിനനുസരിച്ചിട്ട് എത്രത്തോളാണോ കേൾവി കുറവ് അതിനനുസരിച്ചിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സ് ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു ഓഡിയോളജിസ്റ്റിനെ കണ്ട് മാത്രം വാങ്ങാൻ ശ്രമിക്കേണ്ടതാണ്. ഒരു കേൾവി സഹായി വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സർവീസിങ് ആവശ്യമാണ്. സർവീസിങ് അല്ല, അതിൻ്റെ പ്രോഗ്രാമിംഗ് ആവശ്യമാണ്. സോ നിങ്ങൾക്ക് അത് വാങ്ങിച്ചു കഴിഞ്ഞ് ഹിയറിംഗ് എയ്ഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതിന് അത്യാവശ്യമായിട്ടുള്ള പ്രോഗ്രാമിംഗ് ഇതിന് ആവശ്യമായിട്ട് വരും. അതിന് നിങ്ങൾ നിയർ ബൈ ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്ത് നിന്നാണ് വാങ്ങുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഈസി ആവും. അധികം കണ്ടുവരുന്ന ഒരു കാര്യമാണ്, പുറം രാജ്യത്ത് നിന്ന് അവർ അവിടെ വർക്ക് ചെയ്തായിരിക്കും, കുട്ടികൾ അവിടെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്, അവർ ഹിയറിംഗ് എയ്ഡ്സ് പാരൻസിന് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് ഒക്കെ കൊണ്ടുവരാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ഹിയറിംഗ് എയ്ഡിൻ്റെ സോഫ്റ്റ്വെയർസ് പ്രോഗ്രാം ചെയ്യാനുള്ള ഇൻ്റർഫേസ് ഒക്കെ ഒന്നും നമ്മളടുത്ത് അവൈലബിൾ ആവില്ല. സോ അത് കുറച്ചൊരു ബുദ്ധിമുട്ടാവുന്നുണ്ട്. സോ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അതിൻ്റെ അടുത്ത് ആ ഒരു ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹിയറിംഗ് എയ്ഡ് സെൻറ്റേഴ്സിൽ പോയിട്ട് ശ്രവണ സഹായി വാങ്ങുന്നതായിരിക്കും അഭികാമ്യം. മാം, കേൾവി സഹായിയുടെ പൈസനെ പറ്റി ഒരുപാട് ആള് ആക്കുന്നുണ്ട്. അപ്പം ആ വിലേനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ പറ്റുമോ? കേൾവി സഹായിയുടെ വില എന്ന് പറയുന്നത് ഒരു വൈഡ് റേഞ്ച് ആണ്. അതായത് ഒരു 15,000 മുതൽ 4.5 ലക്ഷം വരെ ഹിയറിംഗ് എയ്ഡ്സ് അവൈലബിൾ ആണ്. എന്തുകൊണ്ട് ഇത്രത്തോളം ഒരു വലിയ വ്യത്യാസം എന്ന് വെച്ചാൽ, നമ്മൾ കേൾക്കുന്നത് കുറച്ചും കൂടി വ്യക്തമായി കേൾക്കണമെങ്കിൽ കുറച്ചും കൂടി ക്വാളിറ്റി, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സ് വേണം. സോ അതനുസരിച്ചിട്ടാണ് അതിൻ്റെ പ്രൈസ് തന്നിരിക്കുന്നത്. ഇതിൽ ഒത്തിരി ഫീച്ചേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ഹിയറിംഗ് എയ്ഡ്സിൽ. അതായത് റീചാർജബിൾ ഹിയറിംഗ് എയ്ഡ്സും, മുന്നേക്ക് നമ്മൾ ബാറ്ററി യൂസ് ചെയ്തിട്ടാണ് ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ടായത്. ഇപ്പം അത് നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യുന്ന പോലെ ഹിയറിംഗ് എയ്ഡ്സും റീചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ ബ്ലൂടൂത്ത് ടെക്നോളജി, അതായത് നമ്മളെ ഫോണും ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്കിപ്പോൾ യൂട്യൂബൊക്കെ ഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് സ്ട്രീം ചെയ്യിക്കാൻ പറ്റും. ഈവൺ ടി വി വാച്ച് ചെയ്യുന്ന TV കണക്ടർ ഉണ്ട്. സോ TV ആയിട്ട് നമ്മൾ ഹിയറിംഗ് എയ്ഡ്സ് പെയർ ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് അവർക്ക് ഒരു ഇന്റർഫിയറൻസ് ഒന്നും ഇല്ലാതെ തന്നെ അവർക്ക് അത് കാണാൻ പറ്റും. സോ ഇതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് കൂടുന്നതനുസരിച്ച് ഹിയറിംഗ് എയ്ഡിൻ്റെ കുറച്ച് റേറ്റ് കൂടും. അതേപോലെ കേൾക്കുന്നതിൻ്റെ ക്ലാരിറ്റി കൂടുന്നതനുസരിച്ചിട്ട്, അത് ഉപയോഗിക്കുന്ന ടെക്നോളജി കൂടുന്നതനുസരിച്ചിട്ട് ഇതിന്റെ റേറ്റ് കൂടുതൽ. മാം, അതുപോലെ ഈ കേൾവി സഹായി അത് എത്ര കാലം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? കാലയളവുണ്ടോ? അതെ, കേൾവി സഹായി എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ് ആണ്. സോ നമ്മൾ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അത് എത്ര കാലത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൊരു കാര്യം. നമ്മളിപ്പോൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കേൾവി സഹായിനെ നന്നായിട്ട് ശ്രദ്ധിച്ച് കൊണ്ട് നടക്കുകയാണെങ്കിൽ കേൾവി സഹായി ഒത്തിരി കാലത്തേക്ക്, ഒരു 5 വർഷത്തേക്കൊക്കെ, 5 മുതൽ 6 വർഷം വരെ കേൾവി സഹായി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ മെയിൻ്റനൻസ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നില്ല എങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് അതായത് എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് 1 വർഷം ഉപയോഗിക്കുന്ന പേഷ്യൻസും ഉണ്ട്, 6 വർഷത്തിന് മേലെ ഉപയോഗിക്കുന്ന, ഒരേ ഹിയറിംഗ് എയ്ഡിന് 6 വർഷത്തിന് മേലെ ഉപയോഗിക്കുന്ന പേഷ്യൻസും ഉണ്ട്. സോ അതിന് പ്രോപ്പറായിട്ടുള്ളൊരു മെയിൻ്റനൻസ് ആവശ്യമാണ്. അതായത് ഒരു 3 മാസം കൂടുമ്പോൾ നമ്മൾ ക്ലിനിക്കിൽ വന്നിട്ട് അതിൻ്റെ ട്യൂബ്സ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്, അത് വന്ന് ക്ലീൻ ചെയ്യുക. അത് കഴിഞ്ഞൊരു 1 വർഷത്തിനുള്ളിൽ കേൾവി സഹായി ഞങ്ങളുടെ അടുത്ത് സർവീസിന് തരിക. ഇതെല്ലാം ഒരു പ്രോപ്പറായിട്ട്. പിന്നെ നമ്മളെ നാട്ടിലെ ഹ്യൂമിഡിറ്റി കുറച്ച് കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ കേൾവി സഹായികൾക്ക് കുറച്ച് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ, കുറച്ച് മെയിൻ്റനൻസ് ഇഷ്യൂസ് വരാറുണ്ട്. സോ എന്നും തന്നെ നമ്മളൊരു ഡീഹ്യൂമിഡിഫൈ കിറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. സോ അതിലൊക്കെ ഇട്ട് വയ്ക്കുക. പിന്നെ ഞാൻ പറഞ്ഞ ഒരു 1 ഇയർ ആകുമ്പോൾ ഒരു സർവീസ്, പ്രോപ്പർ ഒരു റെഗുലർ ആയിട്ടുള്ള സർവീസിന് തന്നാൽ ഇതിൻ്റെ മെയിൻ്റനൻസ്, ഇതിൻ്റെ കുറച്ച് കാലം, അധിക കാലം അത് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ പേഷ്യൻസ് വന്നവരുടെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരിക്കുമല്ലോ, ഇത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒന്നാണോ എന്നുള്ളത്. കേൾവിക്കുറവിന്റെ ചികിത്സ എന്ന് പറയുന്നത് എന്ത് തരം കേൾവിക്കുറവ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ കേൾവിക്കുറവിനെ നമുക്ക് ബ്രോഡായിട്ടുള്ള കാര്യമായിട്ട് 2 തരത്തിലായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ്, സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്. സോ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ശബ്ദങ്ങളെ കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, നമ്മളെ ചെവിക്ക് ഉള്ളിലേക്ക് ശബ്ദങ്ങളെ കണ്ടക്ട് ചെയ്ത് വിടുന്നില്ല. സോ അവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ളപ്പോൾ ശബ്ദം ഉള്ളിലേക്ക് പോകുന്നില്ല. അതായത് അതിന് എക്സാമ്പിളാണ് ചെവിയിലുണ്ടാകുന്ന ഇയർ വാക്സ്, ടിംപാനിങ്, അതായത് നമ്മളെ പാളയിലുണ്ടാകുന്ന ദ്വാരം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ, അങ്ങനത്തെ കാര്യത്തിന് മധ്യകണ്ഠത്തിലുണ്ടാകുന്ന എന്തെങ്കിലും നീര് കെട്ടതൊക്കെ കാരണം കൊണ്ട് ശബ്ദം ഉള്ളിലേക്ക് പോകുന്നില്ല. സോ
സോ ഇങ്ങനെയുള്ള ലോസസ് ആണ്, ഇങ്ങനെയുള്ള കേൾവിക്കുറവാണ് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. മെഡിക്കൽ പരമായിട്ടും മരുന്നുകൾ മൂലം അതുപോലെ തന്നെ സർജറീസിന്റെ ഹെൽപ്പോട് കൂടി ഇത് കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഹിയറിംഗ് ലോസ് ആണ്. വേറൊരു തരത്തിലാണ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. അതായത് ചെവിയുടെ ഉള്ളിൽ നമ്മൾ ആന്തരിക വർണ്ണത്തിൽ കോക്ലിയ എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്, കോക്ലിയ ആൻഡ് ഓഡിറ്ററി നെർവ് എന്നുള്ളൊരു പാർട്ടുണ്ട്. സോ ഈ കോക്ലിയയിൽ ചെറിയ ചെറിയ കോശങ്ങൾ, ചെറിയ ചെറിയ ഹെയർ സെൽസ് ഉണ്ട്. സോ അതിന് ഡാമേജ് വരും, അല്ലെങ്കിൽ ഈ ഓഡിറ്ററി നെർവിന് ഡാമേജ് വരുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ലോസസ് വരുന്നത്, ഇങ്ങനൊരു കേൾവിക്കുറവ് വരുന്നത്. പക്ഷെ ഇത് മിക്ക ഹിയറിംഗ് ലോസും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത ഹിയറിംഗ് അല്ല, ഒരു പെർമനന്റ് ഹിയറിംഗ് ലോസ് ആയിരിക്കും. സോ അതിനുള്ളൊരു ചികിത്സ എന്നുള്ള പറയുന്നത്, അതിനുള്ളൊരു പരിഹാര മാർഗം കേൾവി സഹായികളാണ്. പക്ഷേ ഈ 90% മേലെ ചെറിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ കേൾവിക്കുറവുണ്ടെങ്കിൽ അവർക്ക് കോക്ലിയ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞൊരു സർജറി, ഈ ചിലപ്പോൾ ഈ കേൾവി സഹായികൾ അവർക്ക് അനുയോജ്യമായിരിക്കില്ല, ബെനിഫിഷ്യൽ ആയിരിക്കില്ല. സോ അവർക്ക് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കോക്ലിയ ഇംപ്ലാന്റേഷൻ ആണ്. മാം, അതുപോലെ ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെന്ററിലേക്ക് വരുമ്പോൾ ഇവരുടെ സർവീസിനെ പറ്റിയിട്ടും കാര്യങ്ങളെ പറ്റിയും ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ശ്രവണയിൽ കേൾവി സംബന്ധമായിട്ടും സംസാര സംബന്ധമായിട്ടും എല്ലാ സർവീസസും അവൈലബിൾ ആണ്. ഫ്രം വളരെ ചെറിയ കുട്ടികൾ മുതൽ, ജനിച്ച പാടുള്ള കുട്ടികൾ മുതൽ ഏറ്റവും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരെയുള്ള എല്ലാ സർവീസസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇത് നമുക്ക് ബ്രാഞ്ചുകൾ കാലിക്കറ്റ് മുതൽ കാഞ്ഞങ്ങാട് വരെ കേരളത്തിലും, അതേപോലെ കർണാടകത്തിലാണെങ്കിലും 3 ബ്രാഞ്ചസ് ഉണ്ട്. ടോട്ടലായിട്ട് ഇപ്പോൾ 13 ബ്രാഞ്ചാണുള്ളത്. എല്ലാ സ്ഥലത്തും എല്ലാ സർവീസസും അവൈലബിൾ ആണ്. ഈ വീട്ടിൽ പോയിട്ട് ട്രീറ്റ് ചെയ്യുന്ന അതൊക്കെ സ്പീച്ച് തെറാപ്പിന്റെ കാര്യത്തിൽ വീട്ടിൽ നമുക്ക് ഇങ്ങോട്ടൊക്കെ വരാൻ പറ്റാത്ത ആൾക്കാർക്ക് വീട്ടിൽ പോയിട്ട് നമ്മൾ സ്പീച്ച് തെറാപ്പി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുകൂടാതെ ചില ആൾക്കാർക്ക് തീരെ ഇവിടേക്ക് വന്നിട്ട് ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ബെഡ് റിഡൺ ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് കേൾക്കണം എന്നുള്ള ആഗ്രഹമുള്ള അങ്ങനെയുള്ള പേഷ്യൻസിന് മാത്രം നമ്മൾ ഹോം വിസിറ്റ് ചെയ്യാറുണ്ട്. അവിടെ പോയിട്ട് ചെവി ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. പക്ഷെ അത്രക്കും വരാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കണം. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ക്ലിനിക്കിൽ വന്ന് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളത്. മാം, ഈ കേൾവിക്കുറവ് പ്രതിരോധിക്കാൻ പറ്റുമോ? ചില തരത്തിലുള്ള കേൾവിക്കുറവിനെ നമുക്ക് തടഞ്ഞു നിർത്താവുന്നതാണ്. അതായത് ചില ആൾക്കാർക്ക് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് കുറച്ച് നോയ്സ് എക്സ്പോഷർ കൂടുതലായിരിക്കും. സോ അങ്ങനെയുള്ള ആൾക്കാർ ഇയർ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് യൂസ് ചെയ്യാം. മറ്റുള്ളൊരു കേൾവിക്കുറവ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഈ മ്യൂസിക് കേൾക്കുക, അതായത് നമ്മൾ പറയാം റിക്രിയേഷണൽ നോയ്സ് എക്സ്പോഷർ എന്ന് പറയാം. ഇപ്പോൾ അധികം നമ്മൾ ഒരു ചാലഞ്ചിങ് ആയിട്ടൊരു സിറ്റുവേഷൻ ആണ് ആക്ച്വലി ഇത്. അധിക ആൾക്കാർ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത്, ഈ ഹെഡ്ഫോൺസ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങളത് അതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കണം. നിങ്ങളിപ്പോൾ കേൾക്കുമ്പോൾ ഇപ്പം കൂടുതലായിട്ട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല, പക്ഷെ ലേറ്ററിൽ നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതൊരു പെർമനന്റ് ഹിയറിംഗ് ലോസിലേക്ക് നിങ്ങളെ വഴിതെളിക്കും. അതിലേക്ക് നിങ്ങളെ പെർമനന്റ് ഹിയറിംഗ് ലോസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് ഇപ്പോൾ കണ്ടിന്യൂസ് ഇപ്പം ടെമ്പററി ആയിരിക്കും നിങ്ങൾക്ക്, അത് ടെമ്പററി ആയിട്ടുള്ള ഷിഫ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുക കുറച്ച് യൂസ് ചെയ്യുമ്പോൾ. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹിയറിംഗ് ലോസ് അത് പെർമനന്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മൾ ചില ലൊക്കേഷൻസ്, ചില ഏരിയയിലൊക്കെ പോയി ഭയങ്കര ലൗഡ് നോയ്സ് ഒക്കെ കേൾക്കാൻ പറ്റില്ലേ? അപ്പോൾ എത്ര സമയം വരെ അത് കേൾക്കാൻ പറ്റും? കാരണം ഇത്ര ഉണ്ടാവില്ലേ, അത് എഫക്ട് ചെയ്യില്ലേ കുറച്ചിനാൽ? അതെ, ഇപ്പൊ ലൗഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് ആണെങ്കിൽ ആക്ച്വലി അതൊരു ടെമ്പററി ആയിട്ടുള്ള ലോസിലേക്ക് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാം. നിങ്ങളൊരു വലിയൊരു വെടിക്കെട്ടിനടുത്തൊക്കെ പോയി നിൽക്കുകയാണ്, പെട്ടെന്നൊരു ഇയർ ബ്ലോക്ക് ആയിട്ടുള്ള നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട്. അതൊരു ഇയറിന്റെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആണ്, ഇതിനെ കൂടുതലായിട്ട് ഉള്ളിലേക്ക് ശബ്ദത്തിനെ കടത്തി വിടാതെ. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അതൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ലോസിലേക്ക് നയിക്കും. സോ മാക്സിമം ലൗഡ് ആയിട്ടുള്ള നോയ്സ് ഒക്കെ നിങ്ങൾ ഒഴിവാക്കുക. ഒരു സൗണ്ട് വരുമല്ലോ അല്ലേ? അതൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആണ് ആക്ച്വലി. നിങ്ങൾ കൂടുതലായിട്ട് ശബ്ദത്തിനുള്ളിൽ, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ഉണ്ടാവില്ല. ഡയറക്റ്റ് ആയിട്ട് നമ്മളെ ഹെയർ സെൽസിലേക്ക് പോയിട്ട് ഡാമേജ് ആവുമല്ലേ? അപ്പം അതുപോലെ ഒരു സംശയമാണ്, ഇപ്പൊ കേൾവി സഹായി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇപ്പൊ കേൾക്കുന്ന ആ ഒരു സംഭവം എന്തെങ്കിലും എഫക്ട് ചെയ്യുമോ? ഉള്ള ഹിയറിംഗ് അത് എഫക്ട് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള അവരുടെ കേൾവിക്കുറവിന് അനുയോജ്യമായിട്ടുള്ള ഒരു കേൾവി സഹായിയാണ്. അതായത് അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് വേണം ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യാൻ. ഹിയറിംഗ് ടെസ്റ്റിനെ ബേസ് ചെയ്തിരിക്കും കേൾവി സഹായി തിരഞ്ഞെടുക്കുന്നതെല്ലാം. സോ ഈ കേൾവി സഹായി പ്രോപ്പറായിട്ട് നിങ്ങൾ ഓഡിയോഗ്രാം, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന റിപ്പോർട്ടിന് പറയുന്ന ഓഡിയോഗ്രാം എന്നാണ്. ഈ ഓഡിയോഗ്രാമിനനുസരിച്ചുള്ള ഒരു കേൾവി സഹായിയാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഇപ്പോൾ ഉള്ള കറണ്ടുള്ള ഹിയറിംഗിന് അത് എഫക്ട് ചെയ്യില്ല. സോ നിങ്ങളത് ഹെൽപ്പ് ചെയ്യുള്ളൂ. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, ആരാണ് ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
കേൾവി സംബന്ധമായിട്ടുള്ളതും സംസാര സംബന്ധമായിട്ടുള്ള എല്ലാ സർവീസസും ശ്രവണയിൽ ലഭ്യമാണ്. കേൾവി സംബന്ധമായിട്ടുള്ള ടെസ്റ്റിങ്ങുകൾ, അതായത് ചെറിയ കുട്ടികൾക്ക്, നവജാത ശിശുക്കൾ മുതൽ പ്രായമുള്ളവർക്ക് വരെ ഈ ഒരു എല്ലാ ടെസ്റ്റിങ്ങും ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ ഹിയറിംഗ് എയ്ഡ്സിൻ്റെ സർവീസസ് എല്ലാം തന്നെ, ഇയർ മോൾസ്, അതിൻ്റെ അക്സസറീസ് എല്ലാം അവൈലബിൾ ആണ്. ഈവൻ സ്പീച്ച് തെറാപ്പി ആണെങ്കിലും ഇപ്പം വളരെ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെയുള്ള തെറാപ്പീസും അവൈലബിൾ ആണ്. ആദ്യം നമ്മൾ തെറാപ്പിക്ക് വന്നാൽ ഒരു ഇവാലുവേഷൻ ബേസ്ഡ് ആണ് ബാക്കിയുള്ള തെറാപ്പി എന്ന് പറയുന്നത്. കേൾവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും അതേപോലെ സംസാര വൈകല്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സർവീസസും ശ്രവണയുടെ എല്ലാ ബ്രാഞ്ചിലും അവൈലബിൾ ആണ്. വളരെ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെയുള്ള അവർക്ക് ആവശ്യമായ എല്ലാ സർവീസസും ഇവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ 13 ബ്രാഞ്ചാണ് ഇപ്പോൾ ടോട്ടലായിട്ടുള്ളത്. കോഴിക്കോട് മുതൽ കാഞ്ഞങ്ങാട് വരെ കേരളത്തിലും അതേപോലെ കർണാടകത്തിലെ 3 ബ്രാഞ്ചസ്, ബാംഗ്ലൂർ, ഷിമോഗ, സാഗര എന്നീ സ്ഥലങ്ങളിലും ഇതിൻ്റെ സർവീസസ് അവൈലബിൾ ആണ്. മാം, നമുക്ക് ഈ ചെവിയെ നമുക്ക് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റുമോ? കാരണം ഈ മുതിർന്നവർ തൊട്ട് ചെറിയ കുട്ടികൾ വരെ ഓരോന്നും ഇട്ടിട്ടൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നത്. അതിനെപ്പറ്റി മാമിന് എന്താണ് പറയാനുള്ളത്? ഒരിക്കലും നിങ്ങൾ ചെവിനെ നിങ്ങളായിട്ട് ക്ലീൻ ചെയ്യാൻ നിൽക്കരുത്. ചെവിക്ക് ആക്ച്വലി സ്വന്തമായിട്ടൊരു കഴിവുള്ള അതിനെ സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളത്, ഒരു ഇയർ വാക്സ് പ്രൊഡക്ഷൻ കാരണം കൂടുതലായിട്ട് അതിനെ ക്ലീൻ ചെയ്യുക എന്നുള്ളത് അതിന് സ്വന്തമായിട്ടുള്ളൊരു കഴിവാണ്. സോ നമ്മൾ അതിനെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ കേസ് വാക്സ് ഒക്കെ കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുക, അതുകൊണ്ട് നിങ്ങൾക്ക് കേൾവിക്കുറവ് എങ്ങാനും അനുഭവപ്പെടുകയാണെങ്കിൽ ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചിട്ട് അത് ക്ലീൻ ചെയ്യാം. ഒന്നും തന്നെ ചെവിൻ്റെ ഉള്ളിൽ, അതായത് ഹാർഡായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നും തന്നെ നിങ്ങൾ ചെവിൻ്റെ ഉള്ളിൽ ഇടാതിരിക്കുക. പിന്നെ ഒരു ഓറൽ ഹൈജീൻ നമ്മൾ പറയില്ല, കൂടുതലായിട്ട് നമ്മൾ കുളിക്കാൻ പോകുമ്പോഴൊക്കെ, നീന്താൻ പോകുമ്പോഴൊക്കെ, സ്വിമ്മിങ്ങിനൊക്കെ പോകുമ്പോൾ ഒരു ഇയർ ക്യാപ്പൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. വേറെ കുട്ടികളാണെങ്കിൽ ഇങ്ങനെ കുറച്ച് പെയിനൊക്കെ പറയുന്ന സാഹചര്യത്തിൽ തന്നെ അതേ സാഹചര്യത്തിൽ തന്നെ നിങ്ങളൊരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചിരിക്കേണ്ടതാണ്. അല്ലാതെ ചെവിയിൽ, ഞാൻ അധികം കണ്ടുവരുന്ന കാര്യമാണ് ചെവിയിൽ ഓയിൽ ഒഴിക്കുക, കുറച്ച് വെയിറ്റ് ചെയ്യുക, അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. എപ്പോഴാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ അടുത്ത് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് ചെവി വേദന അങ്ങനെയൊന്നും പറയുന്നത്, ഡെഫിനറ്റ്ലി ആ സമയത്ത് തന്നെ നിങ്ങളൊരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണിക്കേണ്ടതാണ്. പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും നേരം സംസാരിച്ച ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെന്ററിലെ അശ്വതി ശ്രീജിത്ത്, ചീഫ് ഓഡിയോളജിസ്റ്റ് മാമിന് ഒരുപാട് താങ്ക് യു സോ മച്ച്.